بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم سيهديهم ويصلح بالهم ويدخلهم الجنة عرفها لهم يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم والذين كفروا فتعسا لهم وأضل أعمالهم ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها ذلك بأن الله مولى الذين آمنوا وأن الكافرين. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ നിയമാനുശാസനകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന ആമുഖമായി ഉണർത്തുക. തഖ്വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ റമദാനിലും നീണ്ട 6 വർഷമായി ഇത്തരത്തിലുള്ള മതപഠന ക്ലാസുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ഒലവക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾക്കും മാറി ചിന്തിക്കുവാനും ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഉപകരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം
അതിൻ്റെ തുടക്കം മുതൽ നിങ്ങളുടെ മുന്നിൽ എല്ലാ റമദാനിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള അവസരവും അള്ളാഹു ഈ ഉള്ളവന് നൽകിയിട്ടുണ്ട്. വരുന്ന വർഷങ്ങളിൽ അതിനുള്ള അവസരമുണ്ടാകുമോ എന്ന് പറയാൻ നമ്മൾ അശക്തരാണ്. എങ്കിലും നമുക്ക് കഴിയുന്ന തലങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജീവമാവാൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയവും അത് തന്നെയാണ്. മടക്കയാത്രക്ക് ഒരുങ്ങുക. എപ്പോഴും മടങ്ങേണ്ടവരാണ് നമ്മൾ. ഏത് സമയവും ഏത് നിമിഷവും വരില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഒരല്പസമയം നീട്ടിത്തരണമെന്ന് ആവശ്യപ്പെടാൻ നമുക്ക് സാധ്യമല്ല. ആവശ്യപ്പെട്ടാലും ആ ആവശ്യം അള്ളാഹു പരിഗണിച്ചു കൊള്ളണമെന്നില്ല. മരണത്തിൻ്റെ അവസാന തലങ്ങളിൽ ഒരല്പസമയം പിന്തിക്കണമേ എന്ന ഒരുത്തൻ്റെ പ്രതികരണത്തോട് അള്ളാഹു പറയുന്നത് എന്തെന്ന് എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം, ഞാൻ സ്വാലിഹായി തീരാം, ഒരൽപ്പം പിന്തിക്കണമേ എന്ന്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാൾക്കും അള്ളാഹു ഒരല്പസമയം പിന്തിച്ച് നൽകില്ല. അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണിത്. ആരാകട്ടെ, എത്ര വലിയവനാകട്ടെ, ഒരു സെക്കൻഡ് പോലും അള്ളാഹ് പിന്തിപ്പിക്കില്ല എന്നുള്ള റബ്ബിൻ്റെ പ്രഖ്യാപനത്തെ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആയുസ്സിലെ ഒരു റമദാൻ കൂടെ കഴിഞ്ഞു പോവുകയാണ്. ഈ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മൾ, അഥവാ ഈ റമദാനിലെ അവസാനത്തെ ഞായറാഴ്ച. ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ റമദാൻ നമ്മോട് വിട പറയും. അടുത്ത റമദാനിൽ നമ്മളിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കഴിഞ്ഞ 6 വർഷമായി നമ്മൾ ഈ റമദാൻ മത പഠന ക്ലാസ് സംഘടിപ്പിച്ചു വരുമ്പോൾ ഇതിനിടയിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മോട് വിട പറഞ്ഞു. ഇതൊരു സത്യമാണ്. നമുക്കറിയാം, നമ്മോടൊപ്പം കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ തൊട്ടടുത്തിരുന്ന് ക്ലാസ് കേട്ടയാളുകൾ, നമ്മോടൊപ്പം ഇത്തരം നന്മകളിൽ സഹായിച്ചവർ, താങ്ങും തണലുമായി നിന്നവർ. പക്ഷേ പടച്ചറബിൻ്റെ വിളിക്ക് നമുക്ക് മുമ്പേ ഉത്തരം നൽകിപ്പോയവർ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഉത്തരം നൽകേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് എന്നും നമ്മെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹാബിവര്യന്മാർ റമളാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ റമളാനിൽ തന്നെ അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. ഈ പ്രാർത്ഥന മുൻഗാമികളായ സലഫുകൾ റമളാൻ കഴിഞ്ഞതിന് ശേഷവും അള്ളാഹുവോട് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. നീണ്ട 6 മാസക്കാലം അല്ലാഹുവേ, റമളാനിലെ ഞങ്ങളുടെ നന്മയും നോമ്പും നീ എല്ലാം സ്വീകരിക്കണമേ എന്ന് റമളാൻ കഴിഞ്ഞിട്ടും നീണ്ട 6 മാസക്കാലം അവർ പ്രാർത്ഥിച്ചിരുന്നു. തുടർന്നു വരുന്ന 6 മാസം അവരല്ലാഹുവോട് പ്രാർത്ഥിച്ചത് വബല്ലിഗ്നാ റമളാൻ, നീ റമളാനിൽ ഞങ്ങൾ എത്തിക്കണേ, അല്ലെങ്കിൽ റമളാനിന് സാക്ഷിയാകാനുള്ള അവസരം നൽകണമേ എന്നായിരുന്നു മുൻഗാമികളുടെ പ്രാർത്ഥന. 6 മാസക്കാലം സ്വീകരിക്കണമേ എന്ന്, പിന്നെ 6 മാസക്കാലം അടുത്ത റമളാനിൽ അവസരം നൽകണമേ എന്ന്. ഇങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ ഈ റമളാൻ നമ്മിൽ നിന്ന് ഏറെക്കുറെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖിയാമുൽ ലൈലിന്റെയും ലൈലത്തുൽ ഖദറിന്റെയും ഇഅ്തികാഫിന്റെയും ബദറിന്റെയും ശ്രദ്ധേയമായ മുദ്രകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ അർപ്പിച്ചുകൊണ്ടാണ് റമളാൻ വിട പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ അടുക്കുന്നുണ്ട് എന്ന സന്തോഷമുണ്ട് എങ്കിലും റമളാൻ വിട പറയുകയാണ് എന്ന ചിന്ത
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത വേദന അവന്റെ മനസ്സിലുണ്ടാവും. കാരണം പടച്ചോനെ, ഒരു റമളാനും കൂടെ തീരുകയാണല്ലോ നാഥ, കഴിഞ്ഞുപോയ റമളാനിൽ എൻ്റെ അവസ്ഥ, ഈ റമളാനും കൂടെ എന്നോട് വിട പറയുകയാണല്ലോ എന്ന ഒരു തരം ബേജാറ് കുറച്ചൊക്കെ ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ റമളാൻ കഴിഞ്ഞു പോയി, അതേപോലെ ഇതാ ഒരു റമളാനും കഴിഞ്ഞു പോകണം, ആ റമളാനിലെ അവസാനത്തെ ക്ലാസ്സും ഇതാ കഴിഞ്ഞു പോവാണ്, അവസാനത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞു, അവസാനത്തെ ഞായറാഴ്ചയും ഇതാ കഴിഞ്ഞു പോകുന്നു. കേവലം ഒരു ലാഘവത്തോടുകൂടെ മാത്രമേ അത്തരം ആളുകൾ റമളാനിനെ മനസ്സിലാക്കൂ. എന്നാൽ ഈമാൻ ഉള്ള ഹൃദയത്തിനുടമകൾ അവർ വല്ലാത്ത ബേജാറോടുകൂടെ ആയിരിക്കും റമളാനിന്റെ വിട പറയലിനെ നോക്കിക്കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായും റമളാൻ വിട പറയുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ഈമാന്റെ കണികകൾ ശേഷിക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളുടെ ഹൃദയം ഒന്ന് പടയും, അവരുടെ കൽബൊന്ന് ഉറക്കും, അവരുടെ കണ്ണുകൾ ഈറനണിയും. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് റമളാൻ നമ്മോട് വിട പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ റമളാൻ നമ്മിന്റെ മുന്നിൽ ഉയർത്തി വെക്കുന്നുണ്ട്. ഒന്ന്, ഈ റമളാനിലൂടെ നേടേണ്ടത് നിങ്ങൾ നേടിയെടുത്തുവോ എന്ന് റമളാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ത് എന്ന ചോദ്യത്തിന് ഖുർആൻ തന്നെ നൽകിയ മറുപടി ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ തഖ്വയുള്ളവരായി തീരാനാണ് നിങ്ങളോട് നോമ്പെടുക്കാൻ അല്ലാഹു പറഞ്ഞത്. ഈ നീണ്ട ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ തഖ്വ നേടിയെടുക്കാൻ കഴിഞ്ഞോ നിനക്ക്? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം, റമളാൻ നമുക്ക് മുന്നിൽ ഉയർത്തുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് വസ്തുനിഷ്ഠമായി സത്യസന്ധമായി നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? പൂർണ്ണമായും അതെ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതല്ല ഏറെക്കുറെ എന്നിടത്താണോ നമ്മളുള്ളത്? അതല്ല ഇല്ല എന്ന് മറുപടി പറയുന്നിടത്താണോ നമ്മളുള്ളത്? ആ നമ്മുടെ മനസ്സിന്റെ അകത്തളത്തുനിന്നുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ മറുപടിയിൽ കിടക്കുന്നു റമളാൻ എന്തുമാത്രം നമ്മെ സ്വാധീനിച്ചു, റമളാൻ എന്തുമാത്രം നമുക്ക് ഉപകാരപ്രദമായി എന്ന്. കഴിഞ്ഞുപോയ റമളാനിന്റെ ദിനരാത്രങ്ങളെ എന്തുമാത്രം ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ കേടുപാടുകൾ നന്നാക്കാനും തിരുത്താനും പൊടിതട്ടാനും ഈ റമളാനിന്റെ ദിവസങ്ങളിലൂടെ നമുക്ക് കഴിഞ്ഞു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ നമ്മുടെ മനസ്സിൽ ശക്തവും ഭദ്രവുമാക്കാൻ റമളാനിലെ നോമ്പിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്ത പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടാകുമ്പോൾ തകരാതെ തളരാതെ പതറാതെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി, അല്ലണ്ട് എനിക്ക് താങ്ങായി തണലായി സംരക്ഷണം നൽകാൻ എൻ്റെ നാഥനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ സർവവും അള്ളാഹുവിൽ തവക്കുലാക്കാൻ നമ്മുടെ മനസ്സ് ശരിയാവണ്ണം പാകപ്പെട്ടോ? അങ്ങനെ പാകപ്പെടുത്താനായോ നമ്മുടെ മനസ്സുകളെ നമുക്ക് ഈ റമളാനിലൂടെ നമ്മുടെ മനസ്സിലുള്ള കിബിറിനെ, ഹുങ്കിനെ, ഒരുതരം അനാനിയത്തിനെ, ഞാനെന്ന ഭാവത്തെ കൂച്ചുവിലങ്ങിടാൻ ഈ റമളാനിന്റെ ദിനരാത്രങ്ങളിലെ പുണ്യങ്ങൾ വഴി നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർക്ക് താങ്ങും തണലും നൽകാനും നിറഞ്ഞൊഴുകുന്ന അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആശ്വാസ വചനങ്ങൾ നൽകുവാനും നമ്മെ പാകപ്പെടുത്തിയോ ഈ റമളാൻ? തീർന്നില്ല. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് പട്ടിണിയും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുടെ പട്ടിണിയുടെ പ്രയാസത്തിന്റെ വേദന മനസ്സിലാക്കാൻ റമളാനിലൂടെ, റമളാനിന്റെ വ്രതാനുഷ്ഠാനത്തിലൂടെ, റമളാനിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നോമ്പെടുത്തു വന്ന നമുക്ക് എന്താണ് ഒരു പട്ടിണിക്കാരന്റെ പ്രയാസവും ബുദ്ധിമുട്ടുമെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും റമളാനിലെ നോമ്പ് നമുക്ക് ഉപകരിച്ചു. മാത്രമല്ല അള്ളാഹുവിന്റെ മുന്നിൽ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അള്ളാഹു ഒന്നാനാകാശത്ത് വരുന്ന സമയത്ത് അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നിറകണ്ണുകളോടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ഇത് കേട്ട നമ്മുടെ ഉമ്മ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഞാൻ എന്തു വേണം പ്രവാചക, ഞാൻ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉമ്മാന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, ആയിഷ നീ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നോക്കി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകാൻ ഏറെ ഇഷ്ടമുള്ളവനാണ് നീ, ഫഅഫു അന്നി ആകയാൽ നീ എനിക്ക് മാപ്പ് നൽകണമേ നാഥ എന്നത് മനസ്സിന്റെ അകത്തളത്തുനിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. കേവലം ലാഘവത്തോടെ എന്തോ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് പോലെ പറഞ്ഞു പോകേണ്ട ഒരു പ്രാർത്ഥനയല്ല അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന. മറിച്ച് നമ്മുടെ ഉമ്മ ആവശ്യപ്പെടുമ്പോൾ ആ ഉമ്മാക്ക് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ എന്തുമാത്രം ഗൗരവമേറിയ പ്രാർത്ഥനയാണിത്. എന്തുമാത്രം ഗൗരവത്തോടെ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഈ പ്രാർത്ഥനയെ നോക്കിക്കണ്ടു. ഹൃദയത്തിന്റെ അകത്തളത്തുനിന്ന് വരുന്ന നിഷ്കളങ്കമായി നമ്മുടെ ഉമ്മ പ്രാർത്ഥിച്ചു. അവരുടെ അവസാന ശ്വാസം നിലക്കും വരെയും റസൂലുള്ള ഈ പഠിപ്പിച്ച പ്രാർത്ഥന അവർ കൊണ്ടു നടന്നു അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായി. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പ്രാർത്ഥനയുടെ ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അള്ളാഹു മാപ്പ് നൽകാതെ, അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും അത് എന്ന് നന്നായി അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, പ്രവാചകന്റെ പത്നിക്ക്, സഹാബത്തിന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള തൗബ ലഭിക്കാനും മഗ്ഫിറത്ത് ലഭിക്കാനും മനമുരുകി പടയുന്ന ഹൃദയവുമായി നിറയുന്ന കണ്ണുകളുമായി പ്രാർത്ഥിച്ചവരായിരുന്നു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നബി 3 തവണ ആമീൻ പറഞ്ഞ സംഭവം ഒരുപാട് ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടതാണ്. ഞാൻ തന്നെ കഴിഞ്ഞ റമളാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നമ്മളത് മനസ്സിലാക്കാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയണം. അതിലെ ഒരു ആമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥനക്കാണ് റസൂലുള്ളാഹി ആമീൻ പറയുന്നത്. ആരാ പ്രാർത്ഥിക്കണത്? മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ആരെങ്കിലും റമളാനിൽ ജീവിക്കാനുള്ള അവസരം ഒരുത്തനുണ്ടായിട്ട് അവൻ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടുന്നില്ലെങ്കിൽ, അവന്റെ പാപങ്ങൾ അവന് പുറത്തു കിട്ടുന്നില്ല എങ്കിൽ നീ നിന്റെ കാരുണ്യത്തിൽ നിന്നും അവനെ നീ അകറ്റണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെട്ടാലും അവൻ ഒരു കാലത്തും സ്വർഗം കിട്ടില്ല എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആരെങ്കിലും അവഗണിക്കപ്പെട്ടാൽ അവന് എന്നെന്നും നരകമായിരിക്കുമെന്നാണ്. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാതെ പോകുന്ന, കാരുണ്യം ലഭിക്കാതെ പോകുന്ന, നരകാവകാശിയായി പോകുന്ന ദുരന്തം അവനുണ്ട് എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ കാമ്പ്, കഴമ്പ്. ഈ പ്രാർത്ഥന കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ എന്ന് മറുപടി പറയുന്നത്. ആരാണ് ആമീൻ പറയുന്നത്? സൃഷ്ടികളിൽ ഉത്തമൻ, അമ്പിയാക്കളിലെ ശ്രേഷ്ഠനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രാർത്ഥനക്ക് ആമീൻ പറയുന്നത്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ, പ്രാർത്ഥനക്ക് ആമീൻ പറയുന്നത് പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും അള്ളാഹുവിന്റെ കോടതിയിൽ ഈ പ്രാർത്ഥന പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെടും ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളുടെയും റമളാനും അവരുടെ മഗ്ഫിറത്തും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റമളാനിൽ ജീവിക്കാനുള്ള അവസരമുണ്ടായവരാണ് പറയണ ഞാനും ഈ കൂടിയ നമ്മളല്ല. ഈ റമളാൻ നമ്മളോട് വിട പറയുന്നതോടുകൂടെ നമുക്ക് മഗ്ഫിറത്ത് കിട്ടുന്നുവെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പടച്ച റബ്ബ് റഹ്മാനും റഹീമും ഗഫൂറും അർഹമുർ റഹീമിനായ നാഥൻ നമുക്ക് പുറത്തു തരുന്നുവെങ്കിൽ, അത് കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ രക്ഷയില്ല. എത്ര ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല, എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എത്ര പ്രസംഗം കേട്ടിട്ടും കാര്യമില്ല, എത്ര സംഘാടന മികവുണ്ടായിട്ടും കാര്യമില്ല, എത്ര സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല, എത്ര ചെലവഴിച്ചിട്ടും കാര്യമില്ല, എത്ര ദിക്ർ എടുത്തിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. മഗ്ഫിറത്ത് കിട്ടാതെയാണ് ഈ റമളാൻ നമ്മോട് വിട പറയുന്നതെങ്കിൽ, അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട, വെറുക്കപ്പെട്ട, അവഗണിക്കപ്പെടുന്ന ദുരന്തം നമുക്ക് വരും. അതുകൊണ്ട് പടയുന്ന മനസ്സുമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന, നീ സ്വീകരിക്കണേ നാഥ എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന അധ്യായത്തിൽ ഈ ഒരു തരം പടച്ചൽ ഉണ്ടാകണം ഒരു മുഅ്മിനിന് എന്ന് അല്ലാഹ് പറയാണ്.
ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തു മുഅ്മിനൂന്റെ 60-ാമത്തെ ആയത്തിൽ 60-61 ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞു, വല്ലദീന യുഅ്തൂ മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹ് പറയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ചിന്തയോടൊപ്പം ഭയക്കുന്ന ഉറക്കുന്ന ഹൃദയവുമായി കൊണ്ട് ചെലവഴിക്കുന്നതെല്ലാം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. അവരാകുന്നു നന്മയിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ, അവരാകുന്നു അതിൽ മുമ്പേ ചെന്നെത്തുന്ന ആളുകളും എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു ഖുർആന്റെ ആയത്ത് അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോ അപ്പോഴും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് റസൂലേ അല്ലാഹു ഇവിടം കൊണ്ട് ഉദ്ദേശിച്ചത്? ഖുലൂബുഹും വജില, അവരുടെ ഹൃദയം വല്ലാതെ പേടിക്കുന്നുണ്ട്, വിറക്കുന്ന പടക്കുന്ന വല്ലാത്ത ഭയപ്പാടോടുകൂടെയാണല്ലോ അവര് ചെലവഴിക്കുന്നത്. എന്താണ് അങ്ങനെ? അഹുമുല്ലദീന യശ്റബൂനൽ ഖം, അവര് കള്ളു കുടിക്കണവരായതുകൊണ്ടാണോ? ഔ യസ്റഖൂൻ, അവർ മോഷ്ടാക്കളായതുകൊണ്ടാണോ? കള്ളു കുടിക്കുന്നു എന്ന തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവരിങ്ങനെ പടക്കണ്? അവർ വല്ലതും മോഷ്ടിക്കുകയും അത്തരത്തിലുള്ള മോഷണ നടപടിക്രമങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് അവരുടെ കൽവ് പടക്കണ്? അള്ളാഹുവിൻ്റെയോട് ചെലവഴിക്കും അവരുടെ മനസ്സിൽ ബേജാറും പേടിയും ഭയപ്പാടും ഉണ്ടാകുന്നത് അവർ കള്ളുകുടിയന്മാരായതുകൊണ്ടും മോഷ്ടാക്കളായതുകൊണ്ടും ആണോ റസൂലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല, അങ്ങനെയല്ല. അവർ മോഷ്ടാക്കളല്ല, അവർ കള്ളുകുടിയന്മാരല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ മദ്യം നിഷിദ്ധമാക്കി എന്നുള്ള ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ മദ്യചഷകങ്ങൾ തല്ലി തകർത്ത മദ്യക്കോപ്പകൾ വലിച്ചെറിഞ്ഞവരാണവർ. എന്തിനേറെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം മദ്യം കുടിച്ചിരുന്ന ഒരു കപ്പിൽ, ഒരു ഗ്ലാസിൽ ഒരു വെള്ളം പോലും കുടിക്കാൻ, ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ പടയുന്ന മനസ്സിനുടമകളായിരുന്നവർ. അവർ കള്ളുകുടിയന്മാരോ അതല്ലെങ്കിൽ മോഷ്ടാക്കളോ അല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലാകിന്നഹുമുല്ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂന വഹും യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും. അതെ, അവർ നോമ്പെടുക്കുന്നവരാണ്, അവർ നോമ്പെടുക്കുന്നവരാണ്. വയുസല്ലൂൻ, അവർ നമസ്കരിക്കുന്ന ആളുകളാണ്. വയതസദ്ദഖൂൻ, അള്ളാന്റെ മാർഗത്തിൽ നിരന്തരമായി ചെലവഴിക്കുന്നവരുമാണ് അവർ. പക്ഷേ വഹും യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, ഇതെല്ലാം തങ്ങളിൽ നിന്ന് അല്ലാഹ് സ്വീകരിക്കുമോ എന്ന പേടിയാണ് അവർക്ക് എന്നാണ്. വളരെ കൃത്യമായി അവർ നോമ്പെടുക്കണു, വളരെ കൃത്യമായി അള്ളാന്റെ പ്രതിഫലം ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അവർ നോമ്പെടുക്കണു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ നമസ്കരിക്കുന്നു. നിർബന്ധ നമസ്കാരവും റവാത്തിബ് നമസ്കാരങ്ങളും അതേപോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും അള്ളാഹുവിന്റെ മുന്നിൽ അവർ തുറന്ന മനസ്സുമായി സുജൂദിൽ കടന്ന് തേങ്ങിക്കരഞ്ഞവർ പ്രാർത്ഥിക്കണു. അള്ളാഹിന്റെ മാർഗത്തിൽ അവർ സ്വതക്കയും സക്കാത്തും വാരി കോരി ചെലവഴിക്കണം. പക്ഷേ അവർക്ക് പേടിയാണ്, റബ്ബേ ഞങ്ങൾ നോമ്പെടുത്തു, പക്ഷെ ഇത് നീ സ്വീകരിക്കുവോ? സ്വീകരിക്കാൻ മാത്രം പവിത്രമാണോ ഞങ്ങളുടെ നോമ്പ്? നാദാ ഞങ്ങൾ ചെലവഴിച്ചു, അത് സ്വീകരിക്കുവാൻ മാത്രം കളങ്കരഹിതമാണോ ഞങ്ങളുടെ സ്വതക്ക? നാദാ ഞങ്ങൾ നമസ്കരിച്ചു, നിന്റെ അടുക്കൽ നിന്റെ കോടതിയിൽ സ്വീകരിക്കുവാൻ മാത്രം അർഹമാണോ ഞങ്ങളുടെ നിസ്കാരമെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഒരു പേടി നമുക്കുണ്ടോ? ആ പേടി സഹാബത്തിന്റെ ഹൃദയം വിറച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുലൂബുഹും വജില, പടഞ്ഞു എന്നാണ് അവരുടെ ഹൃദയം. സ്വീകരിക്കോ എന്നുള്ള പേടി കൊണ്ട്, ബേജാറുകൊണ്ട്. ആ ബേജാറിന്റെ ഒരു ചിത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ വരികളിലൂടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻ ഉമർ തന്നെ കാണാൻ കടന്നു ചെന്ന് അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോ, തിരിച്ചു സലാം അടക്കുമ്പോ ഉമർലാന്റെ മുഖത്തെ വാട്ടവും ഒരു പ്രയാസവും കണ്ട അബൂ മൂസ അശ്അരി ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ മുഖത്തൊരു വാട്ടം, ഒരു വല്ലായ്മ? എന്തു പറ്റി അങ്ങേക്ക്? എന്തോ അങ്ങയെ അലട്ടുന്നുണ്ട്, എന്താണ് അമീറുൽ മുഅ്മിനീൻ പറയിൻ. കഴിവിന്റെ പരമാവധി എന്നാലാവുന്ന വിധം ഈ അബൂ മൂസ സഹായിക്കാം, കൂടെയുണ്ട് എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിച്ച, ഖുർആന്റെ ആയത്തുകൾക്കനുസരിച്ച് പരിവർത്തിതരായ ആ സമൂഹത്തിൽ അംഗമായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ മൂസ, അല്ലാഹു നമുക്ക് സ്വർഗം തരൂലേ? നോക്കി, അല്ലാഹു നമുക്ക് സ്വർഗം തരൂലേ? നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂലേ? ഇതാണ് ഉമർ റളിയല്ലാഹുവിന്റെ ചിന്ത. പടച്ചോൻ സ്വീകരിക്കോ എന്നുള്ള പേടി, അല്ലാഹു സ്വീകരിക്കോ എന്നുള്ള ബേജാറ്. ആരാ ഉമർ?
സ്വർഗത്തിൽ ഉമറെ നിനക്ക് അതിസുന്ദരമായ കൊട്ടാരമുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട് എന്റെ കണ്ണുകൾ കൊണ്ട് എന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് സന്തോഷ വാർത്ത ലഭിച്ച ഉമറാണ് ഈ പിറക്കണ്, ഈ പേടിക്കണ്. അല്ല നമുക്ക് സ്വർഗം തരൂലേ അബൂ മൂസ? അള്ളാഹു നമ്മിൽ നിന്നതെല്ലാം സ്വീകരിക്കൂലേ അബൂ മൂസ എന്ന് പറയുമ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി കടന്നു വന്നപ്പോ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ പിടിച്ച് ബൈഅത്ത് ചെയ്തവരാണ് നമ്മൾ. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പ്രവാചകമുത്ത് പറഞ്ഞപ്പോ സാധ്യമാം വിധം ചെലവഴിച്ചവരാണ് നമ്മൾ. അള്ളാന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ത്യാഗ ധർമ്മ സമരത്തിൽ ഏർപ്പെടുന്നു പറഞ്ഞപ്പോ ജിഹാദിന് ഇറങ്ങിയവരാണ് നമ്മൾ. അതുകൊണ്ട് അർഹമുർ റഹീമീനായ നാഥൻ നമ്മളെ കൈവിടില്ല, നമുക്ക് പ്രതീക്ഷിക്കാം അവൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കണ പ്രാർത്ഥന എന്താ അറിയോ? നാഥ, നിന്റെ വിശാലമായ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഈ ഉമറിന് ഒരല്പം സ്ഥലം കനിഞ്ഞ് ഉമറിനെ നീ പരിഗണിക്കണേ നാഥ എന്ന്. എന്റെ സഹോദരൻ അബൂ മൂസയെയും നീ പരിഗണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ധീരനായ ഭദ്രമായ മനസ്സിന്റെ ഉടമയായ ഉമർ, അള്ളാഹുവിന്റെ മുന്നിൽ ചെറിയ കുട്ടിയെ പോലെ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്ന ഉമർ, ഈ പ്രാർത്ഥനയ്ക്ക് സാക്ഷിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളും നിറയുന്നതായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതാണ് സഹാബത്ത്. നന്മകൾ ഒരുപാട് ചെയ്തവർ, പക്ഷേ തിരിച്ചു പോകുമ്പോ, മടങ്ങി ചെല്ലുമ്പോ, അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഇതെല്ലാം സ്വീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുമോ, അതല്ല എല്ലാം നഷ്ടത്തിലായ അവസ്ഥയിലായിരിക്കുമോ എന്നുള്ള പേടിയും ബേജാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നമ്മൾ, മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ മടങ്ങിപ്പോകുമ്പോ നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകാൻ ഉതകുന്നതായതാണോ നമ്മൾ ചെയ്തത് എന്ന തിരിച്ചറിവും ബേജാറും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തങ്ങനെ പൊളയണം, പെടയണം എന്നാണ് അള്ളാഹ് പറയണത്. പെടയണില്ലേ? നമ്മുടെ ഈമാനിന് കാര്യമായ തകരാറുകൾ ഉണ്ട് എന്ന് സത്യം. പെടയുന്നുണ്ടോ? എവിടെയൊക്കെയോ ഈമാനിന്റെ കണികകൾ ശേഷിക്കുന്നുണ്ട് എന്ന് വസ്തുത. അതുകൊണ്ട് തന്നെ സഹാബത്ത് മനസ്സിലാക്കിയത് അങ്ങനെ. നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമാകുമോ അതല്ല നമുക്ക് പ്രതികൂലമാകുമോ നമുക്കറിയില്ല. നമ്മൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുകൂലമായി നമുക്കായി ശഫാഅത്തിന് റസൂലുള്ളാഹി പടച്ചറബിനോട് ആവശ്യപ്പെടോ? അതല്ല, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, റബ്ബേ ഈ സമൂഹം നിന്റെ ഖുർആനിനെ അവഗണിച്ചവരെന്ന് പറഞ്ഞ് നമുക്കെതിരെ റസൂലുള്ളാഹി പരാതി പറയോ? അറിയില്ല. റമളാൻ നമുക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നറിയില്ല. ഈ ബേജാർ ഉണ്ടാകണം എന്നാണ്, സ്വീകരിക്കണമേ എന്ന തേട്ടമുണ്ടാകണമെന്നാണ്. കാരണം അള്ളാഹ് പറഞ്ഞു എല്ലാവരിൽ നിന്നും അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹ് പറഞ്ഞത് എന്താ? ഇന്നമാ യതഖബ്ബലു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്നേ അള്ളാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. ഖാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം, മാനവരാശിയുടെ തുടക്കത്തിന്റെ ചരിത്രം സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു വിവരിച്ചു തന്നു. എന്നിട്ട് കാബീലിൽ നിന്ന് അവന്റെ കർമ്മം പടച്ചറബ് സ്വീകരിച്ചില്ല, അവനെ തള്ളി. അതേസമയം ഹാബീലിന്റെ ബലി അല്ലെങ്കിൽ ഹാബീലിന്റെ നന്മ പടച്ചറബ് സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യമാണ് ഇന്നമാ യതഖബ്ബലു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന്. അഥവാ ഹാബീലിന് തഖ്വയുണ്ടായിരുന്നു, മുത്തഖികളിൽ അംഗമായിരുന്നു ഹാബീൽ, അതുകൊണ്ട് അള്ളാഹ് സ്വീകരിച്ചു. ഖാബീൽ അങ്ങനെയല്ല, അവന് തഖ്വ ഉണ്ടായിരുന്നില്ല, മുത്തഖികളിൽ അംഗവുമല്ല അവൻ, അതുകൊണ്ട് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിച്ചില്ല. ലോകാവസാനം വരേക്കും ആരൊക്കെ കൊലക്കുറ്റം ചെയ്യുന്നുവോ ആ കൊലക്കുറ്റത്തിന്റെ തുടക്കക്കാരൻ എന്നുള്ള ശിക്ഷ ഇന്നും എന്നും കാബീലിന് നിരന്തരമായി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ഒരു തിന്മക്ക് തുടക്കക്കാരനായാൽ ലോകാവസാനം വരെ ആ തിന്മ ആരൊക്കെ ആവർത്തിക്കുന്നുണ്ടോ അതിനെല്ലാം ഒരു വിഹിതം കാബീലിന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേസമയം ഒരു നന്മക്കാരെങ്കിലും തുടക്കക്കാരനായാൽ ഇതേപോലെ ആരൊക്കെ ആ നന്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നോ അതിന്റെ എല്ലാം വിഹിതം ആ ചെയ്തവന് കുറയാതെ തുടക്കക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതുകൊണ്ട് മുത്തഖികളിൽ നിന്ന് അല്ലാഹ് സ്വീകരിക്കൂ. നമ്മൾ ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, സ്വതക്ക ചെയ്തു, സക്കാത്ത് കൊടുത്തു, ഒരുപാട് നന്മകൾ ചെയ്തു, യതീം മക്കളെ സേവിച്ചു, അവരെ പരിഗണിച്ചു, വിധവകളെ പരിഗണിച്ചു, അവരുടെ വേദനകൾ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഇടപെട്ടു. പാവപ്പെട്ട ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള കിറ്റും ഈത്തപ്പഴവും വിതരണം ചെയ്തു, പള്ളികളിൽ ഇഫ്താറുകൾ സംഘടിപ്പിച്ചു, അള്ളാന്റെ മാർഗത്തിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷേ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ
തഖ്വ വേണം എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആരാ ഇബ്രാഹിം നബി? അള്ളാഹു തന്റെ ഖലീലായിട്ടാണ് ഇബ്രാഹിം നബിനെ തെരഞ്ഞെടുക്കണത്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, എന്റെ ഇബ്രാഹിമിനെ ഞാൻ എന്റെ ഖലീലായി തെരഞ്ഞെടുത്തു എന്നാണ് അള്ളാഹ് പറയുന്നത്. ആ ഖലീലുള്ളയാണ് കഅബയുടെ നിർമ്മാണത്തിന് ശേഷം തന്റെ മകനെയും കൂട്ടി അള്ളാഹിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ഞങ്ങളുടെ നാഥ സ്വീകരിക്കണേ റബ്ബേ, നീ പറഞ്ഞ സ്ഥലത്ത് നിന്റെ ഭവനം നിന്റെ മേൽനോട്ടത്തിൽ നീ പറഞ്ഞ രൂപമാതൃകയിലാണ് ഞങ്ങൾ നിർമ്മിച്ചത്. ഇനി ഞങ്ങൾക്ക് ചെയ്യാനാവുന്ന വിധം ചെയ്തു, ഇനി നീ സ്വീകരിക്കണേ നാഥ എന്ന് മനമുരുകി പ്രാർത്ഥിച്ച ഇബ്രാഹീമി മില്ലത്തിനെ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ്, ഇതൊക്കെ അല്ലാഹ് സ്വീകരിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന പോലും ഇല്ലാതെ പോയി പോകുന്ന ഒരവസ്ഥ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ എങ്കിലും വിശ്വാസികൾക്ക് അല്ലാഹു പ്രതീക്ഷക്ക് വക നൽകുകയാണ്. ആ വകയാണ് ഖുർആൻ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. 18-ാം അധ്യായത്തിന്റെ 30-31 വചനങ്ങളിലൂടെ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തിൽ ഇന്നാ ലാ നുളിഉ അജ്റ മൻ അഹ്സനു അമല, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഭദ്രമായ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങളെ അല്ലാഹ് ഒരിക്കലും പാഴാക്കില്ല, അല്ലാഹ് ഒരിക്കലും പാഴാക്കി കളയില്ല. ഉലൈക ലഹും ജന്നാത്തുൻ അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിലായിരിക്കും അക്കൂട്ടർ. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, അവരെ അല്ലാഹു പ്രത്യേകമായി സ്വർണ്ണ വളകൾ അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് അവരെ അണിയിപ്പിക്കുമെന്നാണ്. ഓക്കെ, അള്ളാന്റെ മാർഗത്തിൽ ഈമാനിൽ അധിഷ്ഠിതമായി നന്മകൾ ചെയ്യുന്നവരുടെ കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളെ അല്ലാഹ് പിഴവിലാക്കില്ല, അല്ലാഹ് പാഴാക്കില്ല, അവർക്ക് സ്വർഗം നൽകും. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം എന്നോണം അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ വെച്ച് സ്വർണ്ണ വളകൾ അള്ളാഹ് അണിഞ്ഞു കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വയൽബസൂന സിയാബൻ ഖുദറൻ മിൻ സുന്ദുസ് വസ്തബറക്, നേർത്ത പച്ചപ്പട്ടും കട്ടിയുള്ള പച്ചപ്പട്ടും കൊണ്ട് നാം അവർക്ക് വസ്ത്രമായി നൽകുമെന്നാണ്. നേർത്തതും കട്ടിയുള്ളതുമായ പച്ചപ്പട്ടുടയാടകൾ റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മെ പുതപ്പിക്കുമെന്ന്, നമുക്ക് അണിയാൻ നൽകുമെന്ന്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, മുത്തഖീന അലൽ അറായിക്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിന്റെ നിറഞ്ഞ മനസ്സുകളുമായി സ്വർഗത്തിലെ സോഫകളിൽ അവർ ചാരി മലർന്നിരിക്കുന്നവരായിരിക്കും. നിഅമത്ത് സവാബ്, എത്ര അനുഗ്രഹീതമായ പ്രതിഫലമാണിത്. വഹസ്സുനത്ത് മുർത്തഫക, എത്ര നല്ല വിശ്രമ സങ്കേതമാണ്. അലങ്കരിച്ച കട്ടിലുകളിലുള്ള ഇവരുടെ ഈ വിശ്രമം എത്രയധികം നന്മയ്ക്കുതകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ഈ ഒരു സൗഭാഗ്യം കിട്ടണമെങ്കിൽ ഈ ഈമാൻ ഭദ്രമാകണം. ആ ഈമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സൽക്കർമ്മങ്ങൾ. അഥവാ അള്ളാന്റെ അടുക്കൽ ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ മടക്കയാത്രക്ക് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1 ഈമാൻ, 2 ഇഹ്തിസാബ്, 3 ഇത്തിബാ. 1 ഈമാൻ ഉണ്ടാകണം, ഈമാൻ എന്തെന്ന് നമുക്കറിയാം. 2 ഇഹ്തിസാബാണ്, പ്രതിഫലേച്ഛ ഉണ്ടാകണം. അല്ലാഹ് കൂലി തരണം എന്നുള്ള അടങ്ങാത്ത കൊതിയും പൂതിയും ഉണ്ടാകണം. അതിനായി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പ്രതീക്ഷിക്കണം. 3 ഇത്തിബാ ഉണ്ടാകണം, ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃക ഉണ്ടാകണം. നബിയുടെ മാതൃകക്ക് വിരുദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കില്ല. ഈ 3 മാനദണ്ഡങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കർമ്മം സൽക്കർമ്മമായി സ്വീകരിക്കണമെങ്കിൽ അള്ളാഹ് പരിഗണിക്കുന്ന 3 മാനദണ്ഡങ്ങൾ. ഈമാൻ, ഇഹ്തിസാബ്, ഇത്തിബാ. ഇത് 3 ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം അതിവേഗം സമയം നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കി, ഓഗസ്റ്റ് 1 റമദാൻ നമ്മൾ 1ാമത്തെ നോമ്പെടുത്തു. ഇതാ ഇന്നിപ്പോ ഓഗസ്റ്റ് അവസാനമായി 28 നിൽക്കുന്നു. 28, നാളെ 29. ഈ 28 നിൽക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പെട്ടെന്ന് നമ്മളോട് വിട പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇങ്ങനെ പെട്ടെന്ന് എല്ലാം വിട പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബസ് സമാൻ, ലോകാവസാനം ഉണ്ടാവില്ല, കാലം പരസ്പരം അടുക്കും വരെ.
ഈ കാലം അടുക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഫതകൂന ലാ തകൂന الساعه حتى يتقارب الزمان فتكون السنه كالشهر. ഒരു കൊല്ലം ഒരു മാസമായി അടുക്കും. അത്രയും ചുരുങ്ങിയതായി, അത്രയും പെട്ടെന്ന് പോയതായി നമുക്ക് അനുഭവപ്പെടും. വശഹറു കൽ ജുമഅ, ഒരു മാസം ഒരാഴ്ച പോലെ ചുരുങ്ങും, ഒരാഴ്ച പോലെ ഇടുങ്ങി അടുത്തു വരും. വൽ ജുമഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസം പോലെ ഒതുങ്ങും, ചുരുങ്ങും, അടുത്തു വരും. വയകൂനുൽ യൗമു കസ്സാഅ, ഒരു ദിവസം എന്നത് 24 മണിക്കൂർ എന്നത് ഒരു മണിക്കൂറായി ചുരുങ്ങി അടുത്തു പോകും. വതകൂനു സ്സാഅ, ഒരു മണിക്കൂർ കളുർമത്തിൻ നാർ, ഒരു തീപ്പൊരി വിതറിയതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് അടുക്കും, അത്ര കണ്ട് ഇടുങ്ങുമെന്നാണ്. ഒരു മണിക്കൂർ ഇതാ എന്ന് പറയുമ്പോഴേക്കും ഒരു മണിക്കൂർ പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ ചുരുങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ ചുരുക്കം ഏത് സമയവും നമ്മുടെ ആയുസിന്റെ ചുരുക്കമായി തിരിച്ചറിഞ്ഞുകൊണ്ടാവണം നമ്മൾ നന്മ ചെയ്യേണ്ടത്. അഥവാ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറായി നിൽക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ ദാക് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അതെ, മനുഷ്യന്റെ പ്രാണൻ അവന്റെ തൊണ്ടക്കുടിയിൽ എത്തി നിൽക്കുന്ന സമയം, എല്ലാം കൊണ്ടും അവന്റെ കണങ്കാലുകൾ തമ്മിൽ അവൻ കൂട്ടിയടിച്ച് അവനെ സഹായിക്കാൻ ആരുണ്ട് എന്ന് പറയുന്ന വേർപാട് ഉറച്ചുതാ മരിക്കാൻ പോവാണ്, ഇപ്പൊ ഞാൻ മരിക്കും എന്ന് നേർക്കുനേരെ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസാനത്തെ നിമിഷങ്ങളെ കുറിച്ചാണ് അള്ളാഹു 75-ാം അധ്യായം ഖിയാമയിലെ 26 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞത്. മരണം ഉറപ്പായി, മരണത്തെ നേർക്കുനേരെ കണ്ട് പ്രാണൻ തൊണ്ടക്കുടിയിലെത്തി വേദന സഹിക്കവയ്യാതെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിപ്പഴയണ ആ നിമിഷം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അനുഭവിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും അതിന്റെ രുചി അനുഭവിക്കേണ്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതുകൊണ്ട് അതിന് നേരത്തെ തയ്യാറായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തെ തന്റെ മയ്യത്ത് കഫൻ ചെയ്യാനുള്ള കഫൻ പുടവ തയ്യാറാക്കി വെച്ചു സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം ഇടക്കെടുത്ത് നോക്കുമായിരുന്നു തന്നെ പുതപ്പിക്കാനുള്ളത്. ഏത് സമയം താൻ മരിച്ചാലും തന്നെ പുതപ്പിക്കാനുള്ള തുണി ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമാത്രം ആത്മാർത്ഥമായി, അത്രമാത്രം ഉൾക്കാഴ്ചയോടെ അവര് മരണത്തെ നേർക്കുനേരെ കണ്ടിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകട്ടെ ശത്രുവിന്റെ കുത്തേറ്റ് അവിടെ വളരെ വിഷമാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഒരു ഖലീഫയെ നിശ്ചയിക്കണമെന്ന ചർച്ച വന്നപ്പോ 6 അംഗ സംഘത്തെ അദ്ദേഹം നിശ്ചയിക്കാൻ വേണ്ടി പേരുകൾ എണ്ണിയുമ്പോ ആ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. റബ്ബേ, അബൂ ഉബൈദ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുമായിരുന്നു ഈ അമാനത്ത്. എന്റെ സഹോദരൻ അബൂ ഉബൈദ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ ഖിലാഫത്ത്. കാരണം നാളെ പരലോകത്ത് ഉമറേ, നീ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ആരെയാണ് ഈ ഇമാറത്ത്, ഈ ഉത്തരവാദിത്വം നീ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എന്റെ റബ്ബിനോട് എനിക്ക് പറയാലോ, നീ വിശ്വസ്തനെന്ന്, നിന്റെ പ്രവാചകൻ വിശ്വസ്തനെന്ന് പരിചയപ്പെടുത്തിയ അൽ-അമീൻ, അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളിലേക്ക് ഒരു വിശ്വസ്തനായ ഒരാളെയായിരിക്കും ഞാൻ നിയോഗിക്കുക എന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയ ആ വിശ്വസ്തനെ ഞാൻ ഏൽപ്പിച്ചു എന്ന് എനിക്ക് എന്റെ റബ്ബിനോട് സമാധാനം പറയാമല്ലോ എന്ന് അവസാന നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ ചോദ്യത്തെ മുന്നിൽ കണ്ടവരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചോൻ ചോദിച്ചാൽ ഈ സമാധാനം എനിക്ക് പറയാലോ, പക്ഷേ അബൂ ഉബൈദ എന്റെ മുമ്പേ കടന്നുപോയി എന്ന് പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അഥവാ ആ രോഗിയായി കിടക്കുന്ന അവസാന നിമിഷങ്ങളിൽ പോലും അള്ളാഹുവിന്റെ വിചാരണയെ മുന്നിൽ കണ്ടുകൊണ്ട് മടങ്ങാൻ ഒരുങ്ങുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് എന്തുമാത്രം ആ രംഗത്ത് പടച്ചറബിന്റെ വിചാരണയെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായി എന്ന് ഈ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അതേ ഉമറാണ് ഇന്ന അദാബ റബ്ബിക നിശ്ചയമായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്, അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള വിശുദ്ധ ഖുർആനിൽ 52-ാം അധ്യായം സൂറത്ത് തൂറിലെ 7-8 ആയത്തുകൾ കേട്ട ഉമർ കരഞ്ഞ് 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 അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു എന്നാണ് ഈ 2 ആയത്ത് കേട്ടിട്ട്. അള്ളാന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണ്, ആർക്കും അത് തടയാൻ പറ്റില്ല എന്നുള്ള ആയത്ത് വായിച്ച് വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേട്ട് കരഞ്ഞ് 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 അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു. ആരാ ഉമർ?
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ നിരന്തരം തേങ്ങിക്കരയുന്ന ഒരവസ്ഥയിലേക്ക് ഉമറിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ് ഈ ആയത്ത്. അള്ളാന്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാണെന്നുള്ള പടച്ചറബിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപതിയായി നായകനായി ജീവിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ചില ആഭ്യന്തര കലാപങ്ങളുടെ ഭാഗമെന്നോണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉപരോധിക്കുകയാണ് അന്നത്തെ വിപ്ലവകാരികൾ. ആരാണ് വിപ്ലവകാരികൾ? അതിലേക്ക് പോവുകയല്ല. ആ വിപ്ലവകാരികൾ പ്രശ്നക്കാർ അദ്ദേഹത്തെ ഉപരോധിക്കുകയും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഭക്ഷണം അടക്കം ഉപരോധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ചോദിച്ചു, ആരുണ്ട് ഈ മദീനയിലെ സാധുക്കളായ സഹാബിവര്യന്മാരുടെ വരണ്ട അതരത്തെ നനപ്പിക്കാൻ, വരണ്ട തൊണ്ടയെ നനപ്പിക്കാൻ, ആ റൂമ എന്ന ആ കിണർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോ ഓടിക്കതച്ചു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാനുണ്ട് റസൂലേ. ആയിരക്കണക്കിന് ദിർഹമുകൾ കൊടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം അത് വഖഫ് ചെയ്തു. സാധാരണക്കാരായ മുഴുവൻ സഹാബിവര്യന്മാർക്കും അവരുടെ വരണ്ട അതരം നനപ്പിക്കാൻ, വരണ്ടുപോയവരുടെ തൊണ്ട നനപ്പിക്കാൻ, വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ആ ബിർ റൂമയിൽ നിന്ന് പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള അവസരം പോലും ഈ വിപ്ലവകാരികൾ അദ്ദേഹത്തിന് തടഞ്ഞ നിമിഷങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ചോദിച്ചു, ആരുണ്ട് എന്റെ ഈ ഭവനത്തെ, അള്ളാഹുവിന്റെ പള്ളിയെ ഒന്ന് വിപുലമാക്കാൻ, വിശാലമാക്കാൻ എന്ന ചോദ്യത്തിന് ഓടിക്കതച്ചു വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാനുണ്ട് റസൂലേ. പകരം റസൂലുള്ള സന്തോഷ വാർത്ത അറിയിച്ചത് സ്വർഗത്തിൽ നിനക്കൊരു ഭവനം എന്നാണ്. അങ്ങനെ സന്തോഷ വാർത്ത ലഭിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ വിപ്ലവകാരികൾ ഉപരോധിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പതറാതെ, തകരാതെ, തളരാതെ അള്ളാഹുവിന്റെ വചനങ്ങൾ മോദി ഏത് സമയവും വിപ്ലവകാരികൾ തനിക്കെതിരെ ആക്രമിക്കാം, തന്നെ അറുകൊല ചെയ്യാം, ഇതെല്ലാം എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യത്തിൽ നിർഭയനായിക്കൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങളെ ഓതി ഒതുങ്ങിക്കൂടി തന്റെ വീട്ടിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒടുവിൽ വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അദ്ദേഹത്തെ മറിച്ചിട്ട്, അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അദ്ദേഹത്തെ മറിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ടാണ് വിപ്ലവകാരികൾ മൂർച്ചയുള്ള കടാരകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശിഷ്യന്റെ ഖൽബിന്റെ അകത്തേക്ക് കുത്തിയിറക്കണത്. ഇത് നുറൈൻ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ തന്റെ 2 പെൺമക്കളുടെ ഭർത്താവായി അറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാൽപാദത്തിനും അനുസരിച്ച് അടിമകളെ മോചിപ്പിക്കുന്ന നന്മ വരെ ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മടക്കയാത്ര ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മടക്കയാത്ര ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങളുടെ മടക്കയാത്ര നമ്മൾ കാണുന്നു. അവിടെയെല്ലാം പടച്ച റബ്ബ് ചോദിച്ചാൽ എന്തെങ്കിലും പറയണം, പറയാനുള്ളത് ഒരുക്കണം എന്ന തിരിച്ചറിവോടുകൂടെ ആയിരുന്നു അവരെല്ലാം നന്മകൾ ചെയ്തതും പടക്കുന്ന ഉറക്കുന്ന മനസ്സിനുടമകളായി അള്ളാഹുവിന്റെ മുന്നിൽ അവർ ഒതുങ്ങിക്കൂടിയതും. അഥവാ എന്തുമാത്രം നന്മകൾ ചെയ്യുമ്പോഴും സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത ലഭിച്ചിട്ട് പോലും അവർ നിരന്തരമായി അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയിരുന്നു എന്നാണ്, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരുന്നു എന്നാണ്, റബ്ബിലേക്ക് അവർ ഇസ്തിഗ്ഫാറിനായി നിരന്തരം അള്ളാഹുവിനോട് കേണിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്തിനേറെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ. ആരാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? നബി അലൈഹി സ്വലാത്തു വസ്സലാം നീണ്ട 950 വർഷം പ്രബോധന രംഗത്ത് ശക്തമായ നിറസാന്നിധ്യമായി നിന്ന വ്യക്തിത്വം. തന്റെ ഭാര്യ എതിരായിട്ട് പോലും, തന്റെ രക്തത്തിൽ പിറന്ന തന്റെ മകനെതിരായിട്ട് പോലും, തന്റെ ഉറ്റവരും ഉടയവരും എതിരായിട്ട് പോലും വിരലിലെണ്ണാവുന്ന മുവഹിദുകളെ തന്നിൽ അണച്ചു പിടിച്ചുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് ഉറച്ചു നിന്ന് നൂഹ് നബിനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹ് പറഞ്ഞ പരിചയപ്പെടുത്തൽ എന്താ അറിയോ? ഇന്നഹു കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയാണ് എന്റെ നൂഹ് എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത്. നന്ദിയുള്ള അടിമയാണ് നൂഹ് എന്നാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്. ആ നന്ദിയുള്ള അടിമ എന്ന് അർഹമുർ റഹീമീനായ നാഥൻ പോലും പ്രശംസിച്ച, പരിഗണിച്ച, പദവി നൽകി അനുകരിച്ച ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുന്നിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, നീ എന്നോട് എനിക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ
കാണിച്ചില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ, അകുമ്മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും നാഥ. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ, എന്നോട് കരുണ ചൊരിയണേ നാഥ എന്നാണ് അല്ല പോലും പരിചയപ്പെടുത്തിയ അള്ളാന്റെ ഇഷ്ടദാസൻ നന്ദിയുള്ള അടിമയുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും നമുക്ക് കൊതിയുണ്ടെങ്കിൽ, നമ്മൾ വല്ലാതെ കൊതിക്കണമെങ്കിൽ അവനോട് പറയണം, പൊറുക്കണേ നാഥ എന്നോട്, കരുണ ചൊരിയണേ നാഥ എന്നോട്, നീ ഗഫൂർ അല്ലയോ, നീ റഹീം അല്ലയോ എന്ന് മനമുരുകി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേ ഇസ്ലാമിക ചരിത്രത്തിന്റെ താളുകൾ പിന്നെയും മറിക്കുമ്പോ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച വ്യക്തിത്വം, ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കണം. ഒരു രാഷ്ട്രനായകന്റെ ആധിപത്യം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഭദ്രം, രാജാധികാരം ഭദ്രം, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നിറമിഴികളോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്, പൊറുക്കലിനെ തേടി. മാത്രമല്ല അള്ളാന്റെ മുന്നിൽ മുട്ടുകുത്തി വീണു, അദ്ദേഹം മുട്ടുകളിൽ വീണുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് അള്ളാഹുവെ പൊറുത്തു തരണമേ എന്ന് കേണവനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് അള്ളാഹു അതിനുശേഷം അദ്ദേഹം പടച്ചറബ് പരിചയപ്പെടുത്തുന്നത് നിശ്ചയമായും എന്റെ അടുക്കൽ അദ്ദേഹത്തിന് കൃത്യമായ നല്ല സാമീപ്യമുണ്ട്, മടങ്ങി വരാൻ ഉത്തമമായ സ്ഥാനവുമുണ്ട് എന്നാണ് അള്ളാഹു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അള്ളാന്റെ മുന്നിൽ മുട്ടുകുത്തി അല്ലെങ്കിൽ കുമ്പിട്ടുകൊണ്ട് ഖേദിച്ചു മടങ്ങിയ ദാവൂദ് നബിക്ക് അള്ളാഹ് നൽകുന്ന സന്തോഷ വാർത്ത, അദ്ദേഹത്തിന് എന്റെ അടുക്കൽ നല്ല സാമീപ്യമുണ്ട്, എന്റെ അടുക്കൽ മടങ്ങി വരാൻ ഉത്തമമായ സ്ഥലവുമുണ്ട്, ഉത്തമമായ പദവിയുമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അള്ളാഹ് നൽകുന്നത്. മടങ്ങി പോകുമ്പോ ഉത്തമമായ സ്ഥാനം, ഉത്തമമായ പദവി, ഉത്തമമായ പരിഗണന നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാന്റെ മുന്നിൽ കുനിയണം, അള്ളാന്റെ മുന്നിൽ സുജൂദിൽ വീഴണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സ്വർഗത്തിൽ ആദ്യമായി കാലെടുത്തു വെക്കുന്ന, പാപങ്ങളൊന്നും ജീവിതത്തിൽ വരാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയുന്ന കൽപ്പന എന്താ അറിയോ? വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങളുടെ കാരണത്താൽ നീ അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിക്കുക. എന്തു പാപാ നബി ചെയ്തത്? എന്ത് അപരാധം ആ പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? നീ നിന്റെ കുറ്റങ്ങൾക്ക് അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിക്കണമെന്നാണ് നബിയോടക്കം അള്ളാഹ് ആവശ്യപ്പെട്ടത്. പാപമെന്ന് പറയാൻ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, കുറ്റമെന്ന് പറയാൻ ആ പളുങ്ക് ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കോ വിമർശകർക്കോ ഒരു തരിമ്പ് പോലും ഇല്ല. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ മുന്നിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു 70-ലധികം തവണ, 100-ലധികം തവണ കാലിൽ നീര് വരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ മുന്നിൽ വിനയമുള്ള ഒതുങ്ങിക്കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, പടച്ച റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന്. നമ്മൾ ആലോചിച്ചോക്കി. എന്നിട്ട് വിശ്വാസി സമൂഹത്തോടായി അള്ളാഹുവിന്റെ കൽപ്പന, അതെ, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക. വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിരന്തരം ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എന്നത് അള്ളാഹു നമ്മോടുള്ള കൽപ്പനയാണ്, നമ്മോടുള്ള ആവശ്യമാണ്. എന്നിട്ട് വിശ്വാസികളുടെ സവിശേഷതയാണ് അള്ളാഹ് പരിചയപ്പെടുത്തുന്നത്. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി കുറച്ചുറങ്ങുന്നവരും അതേസമയം സുഹൂറിന്റെ സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് കടന്നു വരുന്ന രാത്രിയിലെ മൂന്നാമത്തെ പകുതിയിൽ അള്ളാന്റെ മുന്നിൽ നിറകണ്ണുകളോടെ പെടയുന്ന ഹൃദയവുമായി സുജൂദിൽ കേണ് അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നവരാണ് അവർ എന്ന് വിശ്വാസികൾ അള്ളാഹ് പരിചയപ്പെടുത്തി. രാത്രി എല്ലാവരും ഉറങ്ങണ രാത്രിയിലെ മൂന്നാമത്തെ പകുതിയിൽ അള്ളാഹു പൊറുത്തു തരാൻ വരുമ്പോ, പൊറുത്തു തരാൻ ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവന് പൊറുത്തു തരാം, ചോദിച്ചാൽ ഉത്തരം നൽകാം, അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് പറയുന്നു പടച്ചറബ് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ. അങ്ങനെ അള്ളാഹ് വരുമ്പോ ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തിനായി ദാഹിക്കുന്നവരെയാണ് അള്ളാഹ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവരാണ് വിശ്വാസികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഖിയാമുലൈലൊക്കെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിന് ശേഷവും ഈ രാത്രി നമസ്കാരം
നിസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റമദാനിന് ശേഷവും റമദാനിലൂടെ നമ്മൾ തുടങ്ങി വെച്ച അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മകളെ റമദാനിന് ശേഷവും തുടർന്നു കൊണ്ടുപോവാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം റമദാനിന് ശേഷം ശക്തമായ കൂച്ചുവിലങ്ങിടാനുള്ള പിശാചിന്റെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകും. പിശാചിനെ ചങ്ങലകളാൽ ബന്ധിച്ചു റമദാനിൽ അള്ളാഹു. എന്നാൽ ആ ചങ്ങലകളിൽ നിന്ന് കുതറിച്ചാടി വരുന്ന പിശാച് അവന്റെ ആവനാഴിയിലെ മൂർച്ചയേറിയ ആയുധങ്ങൾ എടുത്ത് പയറ്റുമ്പോ പിടിച്ചു പ്രതിരോധിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും തായിഫും മിനശ് ശൈത്താൻ. ഈ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അതേ, തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും അവരെ സ്പർശിച്ചാൽ, വല്ല ദുർബോധനവും അവരെ സ്വാധീനിച്ചാൽ, അതേ തദക്കറു, ഉടൻ അവർ അല്ലാഹുവിനെ ഓർക്കുമെന്നാണ്. ഉടൻ അല്ലാഹുവിനെ ഓർക്കും അവർ. എന്നിട്ടോ ഫൈദാഹു മുബ്സിറൂൻ, ഉടൻ ഉൾക്കാഴ്ചയുള്ളവരായി തീരും അവർ. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് തെന്നിമാറും അവർ. ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കും അവർ. ഈമാനിന്റെ കവചത്താൽ അവർ പിടിച്ചു നിൽക്കുമെന്നാണ് ശൈത്താന്റെ മുന്നിൽ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം അഅറാഫിന്റെ 201-ാമത്തെ ആയത്തിലൂടെയാണ് അല്ലാഹു ഇക്കാര്യം പറയുന്നത്. അതുകൊണ്ട് റമദാനിന് ശേഷം വ്യത്യസ്തങ്ങളായ തന്ത്രകുതന്ത്രങ്ങളുമായി പിശാച് പയറ്റുമ്പോ റമദാനിലൂടെ നേടിയെടുത്ത ആത്മ ചൈതന്യത്തിന്റെ ഈമാനിന്റെ ഉജ്ജ്വലമായ പ്രകാശത്താൽ തടഞ്ഞു നിർത്താൻ, പ്രതിരോധിച്ചു നിർത്താൻ ശക്തമായ കവചം സൃഷ്ടിക്കാൻ ഈ റമദാനിലെ നോമ്പും ഈമാനും വഴി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഒന്നുകൂടെ നമ്മളോട് പറഞ്ഞത്, ولا تكونوا كالتي نقلت غزلها من بعد قوة أنكاثا. ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലുനേറ്റ് നന്നായി പിണഞ്ഞു വെച്ച ഒരു സ്ത്രീ വൈകുന്നേരം അവർ ചെയ്ത പണിയെല്ലാം ബാത്തിലാക്കുന്ന കോലത്തിൽ അതിന്റെ നൂലേഴകളെല്ലാം അഴിച്ചു മാറ്റിയിട്ട ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് അവസാനം വൈകുന്നേരം ആ നന്മയെ തകർത്തെറിയുന്ന പണി, ബാത്തിലാക്കുന്ന പണി നിങ്ങൾ ചെയ്യരുത്. റമദാനിലെ മുഴുവൻ നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത് സദഖ കൊടുത്ത് ദിക്റുള്ളയാൽ സജീവമാക്കി ഒരുപാട് നന്മകൾ ചെയ്ത് പെരുന്നാൾ ദിവസം അതൊക്കെ തകർത്തെറിയരുത്. അതെല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ നശിപ്പിച്ച് ഒരു മൂലക്കാക്കരുത് എന്നാണ് ഈ ഉപമയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇവരെ പോലെ നിങ്ങൾ ആകരുത്. ആയാൽ നമുക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ നമ്മൾ എടുത്ത നോമ്പും കൊടുത്ത സദഖയും നശിപ്പിച്ച് കളയരുത്. നേടിയെടുത്ത തഖ്വയും ഭദ്രമാക്കിയ ഈമാനും കുത്തി പോറലേൽപ്പിച്ച് തകർത്തെറിയുന്ന ദുരന്തം നമുക്കുണ്ടാകരുത്. പക്ഷെ പലപ്പോഴും അങ്ങനെയാണ് കണ്ടുവരാറുള്ളത് എന്നതാണ് സത്യം. നോക്കിൻ, പാലക്കാട് ജില്ലയിൽ എന്നല്ല കേരളത്തിലെ ഏതു പള്ളികൾ എടുത്തു നോക്കിയൻ ഇപ്പോഴെല്ലാം സുബഹിക്ക് ആളുണ്ട്. പെരുന്നാൾ ദിവസം എത്ര ആളുണ്ടാവും സുബഹി ജമാഅത്തിന്? പെരുന്നാൾ ദിവസം ളുഹർ ജമാഅത്തിന് എത്ര ആളുണ്ടാവും? പെരുന്നാൾ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിൽ എത്ര ആളുകൾ ഉണ്ടാവും? ഇപ്പൊ ഇശാ ജമാഅത്തിന് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പള്ളികളിൽ. എന്നാൽ പെരുന്നാൾ ദിവസത്തെ ഇശാ ജമാഅത്തിൽ എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ പള്ളികളിൽ? പിറ്റേന്നുള്ള അതിനുശേഷമുള്ള ഇശാകളിൽ എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ പള്ളികളിൽ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കകൾ ഒരുപാട് വാരിക്കോരി ചെയ്ത ആളുകൾ റമദാനിന് ശേഷം മടിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഓരോന്നും നമ്മൾ നിരന്തരം കണ്ട് കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാൻ അതേ ഒരു പരിശീലന കളരിയാണ്. തുടർന്നുള്ള കാലത്തിൽ ജീവിക്കാനുള്ള ആവേശവും പ്രചോദനവുമാണ് യഥാർത്ഥത്തിൽ റമദാൻ. ഈ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കണം റമദാനിന് ശേഷവും നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. റമദാനിലൂടെ തഖ്വ നേടിയെടുത്തവരാണ് മുത്തഖികൾ. ആ മുത്തഖികൾക്ക് നാളെ സ്വർഗ്ഗത്തിലെ തോട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അരുവികളുമുണ്ട്. ആഖിദീന മാ ആതാഹും അതേ റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവരുടെ രക്ഷിതാവ് അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അവർ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോന്നോരോന്നായി സ്വർഗത്തിൽ അല്ല കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ അവർ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അല്ല പറഞ്ഞു, അതേ ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ. അവരെല്ലാം മുഹ്സിനുകളായിരുന്നു, അവരെല്ലാം സച്ചരിതരായിരുന്നു.
അവരെല്ലാം നന്മയുടെ വക്താക്കളായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്നുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റെടുക്കാനും ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യവും അവർക്ക് കിട്ടിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിർത്തരുത് റമളാനോടുകൂടെ. റമളാനിന് ശേഷവും തുടരേണ്ടതുണ്ട്. അള്ളാഹ് പറഞ്ഞു വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അള്ളാഹുവിന്റെ പ്രവാചകനോടാണ് അള്ളാഹ് ഇക്കാര്യം പറയുന്നത്. നബിയെ, താങ്കൾ ആരാധിക്കുക, ആരാധനാ കർമ്മങ്ങളിൽ മുഴുകുക. ഹത്താ യഅതിയകൽ യഖീൻ, യഖീനെത്തുന്നത് വരെ തുടരണമെന്നാണ്. ഈ യഖീൻ കൊണ്ടുള്ള വിവക്ഷ എന്താണ്? എന്താണ് യഖീൻ കൊണ്ടുള്ള താല്പര്യം? റസൂലുള്ളാഹി പഠിപ്പിച്ചത്, സഹാബത്ത് മനസ്സിലാക്കിയത് അൽ മൗത്ത്, മരണമെന്നാണ്. മരണം വരെ തുടരണം ഈ നന്മകൾ, മരണം വരെ ജ്വലിച്ചു നിൽക്കണം നന്മകളിൽ, അവസാന ശ്വാസം നിലക്കും വരേക്കും അള്ളാഹുവിന്റെ മാർഗത്തിലാകണമെന്നാണ് നബിനോടല്ല പറഞ്ഞത്. എന്നാൽ ചില ത്വരീഖത്തിന്റെ ആളുകളും ചില സൂഫികളും മനസ്സിലാക്കിയത് വേറെ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അവർ ആരാധനാ കർമ്മങ്ങൾ ചെയ്യും, പിന്നെ അവർ നിർത്തും. പിന്നെ അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല, നോമ്പുണ്ടാവില്ല, ഇസ്ലാം പഠിപ്പിക്കാത്ത കുറെ ദിക്റുകളും ഇസ്ലാം പഠിപ്പിക്കാത്ത കുറെ ആരാധനാ കർമ്മങ്ങളും പിന്നെ അതും നിൽക്കും. പിന്നെ വെറുതെ അങ്ങനെ മുണ്ടാതെ നടക്കും. ഒരു തരം ജദുബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ മുഴുവട്ട് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഭ്രാന്തൻ ആ ഒരു അവസ്ഥയിൽ ആളുകൾ പോയി പോകും. കാരണം എന്തേ ആ തങ്ങൾ നിസ്കരിക്കാത്തത്? എന്താണ് ആ ശൈഖ് നോമ്പെടുക്കാത്തത്? എന്താണ് ആ മഹാശൈഖ് നന്മകൾ ചെയ്യാത്തത്? മൂപ്പര് യഖീൻ എത്തിക്കഴിഞ്ഞ ആളാണെന്ന്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയോ പ്രവാചക മുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ പറയാണ്, നബിന്റെ ശരീരത്തിൽ ഒരു പുതപ്പിട്ട് ആ പുതപ്പിന്റെ മുകളിൽ കൈവച്ചാൽ പോലും ചൂട് അനുഭവപ്പെട്ടിരുന്നു എന്ന്. അത്രമാത്രം റസൂലുള്ളാഹി പനിയുടെ ചൂട് കൊണ്ട് റസൂലുള്ളാഹി പ്രയാസപ്പെട്ടിരുന്നു എന്ന് നമ്മുടെ ഉമ്മാന്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ഇന്ന ലിൽ മൗതി സകറാത്ത്. ആയിഷ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല ആയിഷ, ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ബോധം വരും, നഷ്ടപ്പെടും. ബോധം തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കും, അസ്വല്ലൈതന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ റസൂലുള്ളാഹി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കും. എഴുന്നേറ്റ് നിൽക്കാനാവുമ്പോഴേക്കും റസൂലുള്ളാഹി തളർന്നു വീഴും. അങ്ങനെ പ്രവാചകനെ തന്റെ മടിയിൽ സ്വീകരിക്കും നമ്മുടെ ഉമ്മ. പിന്നെയും ബോധം വരുമ്പോൾ റസൂലുള്ളാഹി എഴുന്നേൽക്കാൻ ശ്രമിക്കും. അപ്പോഴും തളർന്നു വീഴുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ആ പ്രവാചകനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ആവർത്തിക്കുന്നു ഈ ഒരു അവസ്ഥ. എന്നിട്ടും സഹാബികൾക്ക് ഇമാമായി നിൽക്കാൻ നബി മുന്നോട്ട് നിൽക്കുമ്പോ, വരണമെന്ന് കൊതിക്കുമ്പോ, രണ്ട് സഹാബിവരന്മാരുടെ തോളിലാണ് റസൂലുള്ളാഹിന്റെ കൈയിട്ട് നബിനെ ആ പ്രവാചകന്റെ പള്ളിയിലൂടെ, ആ പ്രവാചകന്റെ പള്ളിയിലെ മണലിലൂടെ ചരിത്രകാരന്മാർ പറയുന്നത്, പ്രവാചകന്റെ തള്ളവിരൽ മണലിലൂടെ ഇങ്ങനെ ഇഴച്ചുകൊണ്ടാണ് സഹാബത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുപോണതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ര വരെ റസൂലുള്ളാഹി തളർന്നിരിക്കുന്ന അവസ്ഥ, അത്രമാത്രം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ മടിയിലേക്ക് അണച്ച് ചേർത്ത് പിടിക്കുമ്പോ റസൂലുള്ളാഹിന്റെ അതരങ്ങനെ ചലിക്കുന്ന കണ്ടപ്പോ നമ്മുടെ ഉമ്മ അവരുടെ ചെവി നബിന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചപ്പോ നമ്മുടെ പ്രവാചകൻ പറഞ്ഞ വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരം. അതേപോലെ തന്നെ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ ഈ കാര്യം ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാന ശ്വാസം നിലക്കും വരെയും അള്ളാഹുവിന്റെ മുന്നിലുള്ള നന്മകളിൽ സജീവമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, നാളെ പരലോകത്ത് ആദ്യമായി വിചാരണക്കെടുക്കുക നമസ്കാരമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന്. എന്നിട്ട് പോലും എത്ര മുസ്ലിങ്ങളാണ് ഇപ്പോഴും നിസ്കരിക്കാത്ത ആളുകൾ, എത്ര മുസ്ലിങ്ങളാണ് റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന ആളുകൾ, എത്ര മുസ്ലിങ്ങളാണ് പെരുന്നാൾ ദിവസം സുബ്ഹി പോലും നമസ്കരിക്കാതെ നമസ്കാരത്തെ അവഗണിക്കുന്ന ആളുകൾ, എത്ര മുസ്ലിങ്ങളാണ് റമദാനിന് ശേഷം നമസ്കാരം നിർത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ സാരോപദേശത്തെ ചവിട്ടി മതിക്കുന്നത്. റസൂലുള്ളാഹിനോട് ഒരു തരിമ്പെങ്കിലും മനസ്സിന്റെ ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു കോണിൽ ഒരല്പമെങ്കിലും ആ പ്രവാചകൻ
പ്രവാചകമുത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകമുത്തിനോട് മെഹബത്ത് ഉണ്ടെങ്കിൽ, ആ പ്രവാചകമുത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ആ പ്രവാചകൻ വല്ലാതെ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നെഞ്ചത്തെ തക്ബീർ കെട്ടിക്കൊണ്ട് ജീവിതാന്ത്യം അവസാനിക്കും വരെ, അവസാന ശ്വാസം നിലക്കും വരെ അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ടാവണം നമ്മുടെ മരണം. അങ്ങനെയേ ഈ ലോകത്തോട് നമ്മൾ വിട പറയാവൂ, അങ്ങനെയായിരിക്കണം നമ്മുടെ മടക്കം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആയത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയിൽ നിന്നും ദീൻ പഠിച്ച, റസൂലുള്ളാഹിയിൽ നിന്നും ദീൻ മനസ്സിലാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സുബഹി നമസ്കാരത്തിൽ കുത്തേറ്റ് പടഞ്ഞു വീഴുന്നു അള്ളാഹുവിന്റെ ഭവനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് തളർന്ന അവശനായി ശരീരത്തിന്റെ ആന്തരാവയവങ്ങൾ പോലും പുറത്തു വന്ന് രക്തമെല്ലാം ചീറി പടഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം നഷ്ടപ്പെട്ട ഉമർ ബോധം തിരിച്ചു വന്നപ്പോ അദ്ദേഹം തന്റെ ചുറ്റും കൂടി ആളുകളോട് ചോദിച്ചത്, നിങ്ങൾ നമസ്കാരം പൂർത്തീകരിച്ചോ എന്നാണ് ആദ്യത്തെ ഉമറിന്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ നമസ്കാരം പൂർണ്ണമാക്കിയോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം നമസ്കാരത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അതെ, ഏത് സമയവും ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും, മടക്കയാത്രക്ക് തയ്യാറായി നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ നിസ്കാരം പൂർണ്ണമാക്കിയോ എന്ന് ചോദിച്ച ഉമറിന്റെ വരികളെ മറന്നു പോകരുത്. ഉമറിന്റെ ഈമാനിനെ തട്ടിക്കളയരുത്. ഉമറിന്റെ പ്രകാശത്തെ, ഉമർ നേടിയെടുത്ത പ്രകാശത്തിന്റെ പ്രകാശത്തെ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഈ റമദാനിൽ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, എത്ര ആളുകളാണ് റമദാൻ കഴിയുന്നതോടുകൂടെ പള്ളികളിൽ നിന്ന് മാറിപ്പോകുന്ന ആളുകൾ, വിശുദ്ധ ഖുർആന്റെ പാരായണം നിർത്തുന്ന ആളുകൾ, ഇസ്തിഗ്ഫാർ നിർത്തുന്ന ആളുകൾ, എല്ലാം നിർത്തി തങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകൾ. എത്രത്തോളം എന്നാൽ റമദാനിൽ യുവാക്കളടക്കം പള്ളികളിൽ സജീവമാകുമ്പോൾ റമദാൻ കഴിയുമ്പോൾ യുവാക്കളില്ല, ചെറുപ്പക്കാരായ ആളുകളില്ല, ടീനേജേഴ്സുകളായ പതിപ്രായത്തിലുള്ള നമ്മുടെ വിദ്യാർത്ഥികളില്ല, നമ്മുടെ അനിയന്മാരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അയൽവാസികളായ ചെറുചെറുക്കുള്ള രക്തത്തിളപ്പുള്ള യുവാക്കളായ ആളുകളെ പള്ളിയിൽ കാണണില്ല, ആദർശ പ്രബോധന രംഗത്ത് അവരെ കാണാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകരുത്. അള്ളാന്റെ മാർഗത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചവരായ യുവാക്കളായിരുന്നു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. കൂടുതലൊന്നും വയസ്സില്ല, 10, 13, 15 വയസ്സുള്ള സമയത്താണ് അതെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒരു എംഎസ്എമ്മുകാരന്റെ പ്രായത്തിലാണ് അലി ബിൻ അബി താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റുന്നത്. അതേ പ്രായ കാലഘട്ടത്തിൽ ചെറുചെറുക്കുള്ള ISMന്റെ പ്രായമുള്ള കാലഘട്ടത്തിലാണ് സ്വന്തം ജീവൻ വരെ ബലിയർപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ വിരിപ്പിൽ മൂടി പുതച്ച് കിടക്കുന്നത് അലി. അതെ, റസൂലുള്ള എന്ന് തെറ്റിദ്ധരിച്ച് സത്യനിഷേധികൾ ഒരുവരെ തന്നെ കഷ്ണമായി നുറുക്കാം, തന്റെ ജീവിതത്തിലെ അവസാനത്തെ കിടത്തമാകാം. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പോലും ആ ചെറുപ്പക്കാരനായ അലി ഇബ്നു അബി താലിബ് തന്റെ ജീവൻ കൊടുത്തെങ്കിലും, തന്റെ ചോര ചിന്തിയെങ്കിലും തന്റെ പ്രവാചക മുത്തിനെ രക്ഷിക്കാൻ താൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ച അലിയുടെ ഈമാനിൽ നിന്നാകണം നമ്മുടെ ചെറുപ്പക്കാർ പ്രചോദനം ഉൾക്കൊള്ളേണ്ടത്. ദീൻ സ്വീകരിച്ചതിന് ശേഷം തന്റെ ഉമ്മയിൽ നിന്ന് നിരന്തരമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിരുന്നു. അതെ അവ്വാമിന്റെ മകന്. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തെ ഒരു റൂമിൽ പൂട്ടിയിട്ട് ആ റൂമിൽ പുക വല്ലാതെ പുക കൊടുത്ത് പുക ശ്വസിച്ച് ചുമച്ച് തളർന്നു വീണ അതെ അവ്വാമിന്റെ മകൻ ചുവച്ച് ഛർദിക്കുന്ന ഒരു രക്തം ഛർദിക്കുമാറ് 13 വയസ്സുള്ള ഇബ്നു അവ്വാം തളർന്ന അവശനായി കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും പിതൃവനും വന്ന് കടന്നുകൊണ്ട് ചോദിക്കുന്നത്, മകനെ, ഇപ്പോഴെങ്കിലും നീ മുഹമ്മദിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചു വരാൻ ഒരുക്കമല്ലേ എന്ന് പറയുമ്പോ ചോര ഛർദിച്ച് പുക ശ്വസിച്ച് തളർന്നവശനായി കിടക്കുന്ന, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത തളർന്നു കിടക്കുന്ന ആ 13-കാരന്റെ പ്രതികരണം എന്തറിയോ? ഇല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആദർശത്തിൽ നിന്ന് മരണം വരെ ഞാനില്ല എന്ന് പറയുന്നത് കേവലം 13 വയസ്സുള്ള ആദർശം നെഞ്ചിലേറ്റിയ നമ്മുടെ സഹോദരങ്ങൾക്ക് നമുക്കെല്ലാം എന്നും മാതൃകയായ ആ വ്യക്തിത്വത്തിന്റെ ഈമാനും ചരിത്രവും ആദർശ വിശുദ്ധിയും ആദർശ രംഗത്തെ പ്രബോധനത്തിന്റെ തൽപരതയും നിഷ്കരണം നമ്മൾ തള്ളിക്കളയരുത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടും അല്ല തന്ന ആരോഗ്യം, അല്ല തന്ന സമ്പത്ത്, അല്ല തന്ന സൗകര്യം, അല്ല തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് പണിയെടുക്കാൻ. അതെ, പോസ്റ്റർ ഒട്ടാൻ ഇന്ന് ഓട്ടോറിക്ഷ, ബൈക്ക്, അതേപോലെ തന്നെ പശ വാങ്ങിക്കാൻ ആരും പൈസ തരും, പ്രവർത്തനങ്ങൾക്ക് സംഘടിപ്പിക്കാൻ ആരും സാമ്പത്തികമായി സഹായിക്കും. KNM-കാരുടെ ISM-കാരുടെ
ഉമ്മമാരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ഉമ്മമാരായ MGMന്റെ പ്രാർത്ഥനയും നമുക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജ്വലിക്കുന്നവരായി നിലനിന്നുകൂടാ? വരുന്ന തന്റെ ശേഷം വരുന്ന ആളുകൾക്ക്